ചെയ്തേ നമ്മളൊക്കെ പുറത്ത് നല്ല മഴയാണ്. നമ്മുടെ പൂക്കളൊക്കെ വെള്ളത്തില് ഒരുവിധം മൂടിയിടാൻ മറന്നുപോയേ. അപ്പം ഫുള്ള് വെള്ളമായി. ഇന്ന് മഴയാണെന്നാ തോന്നുന്നത്. ഇന്ന് നല്ല മഴയാണ്. ഇന്ന് മഴയൊക്കെ മാറിയിട്ട് നമ്മൾ പൂക്കളെ ഇടുള്ളൂ കേട്ടോ. നമുക്ക് പൊന്നു നോക്കാം. പൊന്നു ഉറക്കാം. പൊന്നിന് പപ്പായി ഉറക്കാം. പൊന്നു പപ്പ ഉറക്കാം. എല്ലാവർക്കും വിശാഖ ദിന ആശംസകൾ. അപ്പോൾ ഇന്ന് വിശാഖ ദിനത്തിൽ നമ്മൾ അത്തപ്പൂക്കൾ ഒരുക്കാനുള്ള പൂവിന് വേണ്ടി നമ്മൾ പോവാണ്. പൊന്നു തേക്കലല്ല വലിച്ചു നമ്മുടെ കൂടെ നശിപ്പിച്ചിട്ടുണ്ട്. താഴെ പോയിട്ട് നമ്മളിന്ന് പൂ ശേഖരിക്കാൻ പോകുന്നത് തേക്കലയ്ക്കകത്തോ. ഒരു പൗരാണിക രീതിയിൽ അങ്ങ് പോയാൽ തേക്കലേക്ക് വിളിച്ച് കുമ്പിള് കൂട്ടി സെറ്റ് ചെയ്യുകയാണ്. ചെക്കും പൊന്നുകൂടെയാണ് പൂക്കളെ ശേഖരിക്കാൻ വേണ്ടി കൂടെ ഉണ്ടാക്കി തേക്കലയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ എല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുവാണ്. ചാണാൻ മെഴുകിയതാ, പക്ഷെ മഴ പെയ്തത് ശാലം പോയിട്ടുണ്ട്. ഇനിയിപ്പം നാളെ മെഴുകണം ഒന്നുകൂടെ. നമ്മളിങ്ങനെയാണ് നമ്മുടെ കൂടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. കൂടെ റെഡിയാക്കി നമ്മൾ പതുക്കെ അങ്ങോട്ട് നടക്കുകയാണ്. എന്തും പറയുന്നുണ്ടോ നമ്മുടെ പ്രേക്ഷകരോട്? ഓടിവാ ഗയ്സ്, നമുക്ക് പൂക്കൾ ശേഖരിക്കാൻ നമ്മുടെ തറവാട്ടിലേക്ക് പോകാം. കണ്ണപ്പന്റെ ചെടിത്തോട്ടത്തിലേക്ക് പോവാം. അവിടെ തറവാട്ടിൽ വന്ന് നമ്മൾ പൂ ശേഖരിക്കാൻ പോവാണ്. പൂക്കൂടക്കകത്ത് നമ്മൾ പൂ ശേഖരിക്കുവാണ്. നമ്മുടെ വല്യമ്മയുടെ കണ്ണപ്പന്റെ പൂത്തോട്ടം വെള്ളപ്പൂ ശേഖരിക്കണം. എവിടുന്നായിരുന്നു ആന്റി മൂക്കൂറ്റി പറിച്ചേ? ഓണത്തിന്റെ ഒരു പാട്ട് പാടേ. ഓണപ്പൂ പറിക്കുമ്പോ ഓണത്തിന് ഒരു പാട്ട്. ഓണം വന്നല്ലോ ഊഞ്ഞാൽ. അത് മാത്രം ഓണപ്പൂവിന്റെ ഒരു പാട്ടൊക്കെ പഠിക്കണം. അടുത്ത ബ്ലോഗിലായി ഈ മഞ്ഞപ്പൂ ഇതിപ്പം നടുക്ക് പണിക്കും പറഞ്ഞല്ലോ. അത് പറിക്കാൻ പറഞ്ഞു. ഇത്തോളം ഈ കഴിഞ്ഞ തവണ ഇതൊക്കെ ഏറെ ഉണ്ടായിരുന്നല്ലേ. ഇത് ഫുള്ള് പറിക്കണോ? പനിയാണ് ഗീസ്, ശ്വാസം എടുത്ത് വലിക്കുന്നുണ്ട്. പനിയാണ് ഗീസ്. ഇനി അവന് വണ്ടി കൊടുത്തേക്കാണ് പറഞ്ഞേക്കാം. നമ്മള് പൂക്കളെല്ലാം കൂടയിൽ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. കൂടുതൽ പൂ ശേഖരിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് ആകെ ഒരു മുക്കുറ്റി ഉണ്ടായിരുന്നുള്ളൂ. ആ മുക്കുറ്റി നമ്മൾ ഇന്ന് പറിക്കുവാണ്. ഇപ്പൊ നമ്മൾ അടുത്ത ദിവസത്തൊക്കെ അവിടെ പോകുന്നു. മുക്കുറ്റി ഫ്രീസ് ചെയ്ത് വെച്ചാൽ അങ്ങനെ നമ്മൾ ഇനി നമുക്ക് ശംഖുപുഷ്പം പറിക്കണം. ഇനി നമ്മൾ കസാര വേണം. നമുക്ക് നീ നേരത്തേക്കോ കളത്തിൽ വാ തമ്പി. അതാ പൊന്നിരിക്കുക തമ്പി. നമ്മുടെ കണ്ണമ്പായി ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ പൂ ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. പൂ പറിക്കാൻ വേണ്ടി ചാടി കസറാട്ട് കയറുക. പൊന്നു പൂ പറിച്ച് കൂടയിലിട്. പൂ പറിച്ച് കൂടയിലിട്. പൊന്നൂസ് പൂവിന് പകരം ഇതിന്റെ മുട്ട് ശേഖരിക്കുന്നുണ്ട്. മുട്ട് ശേഖരിക്കുന്നുണ്ട്. ഹായ് പറ. അവിടെയല്ല, ഇവിടെ വീഡിയോ, ഇവിടെ ഹായ് പറ. നമ്മുടെ പ്രേക്ഷകരോട് ഹായ് പറ. ഓണാശംസകൾ. ഓണം.
ഹായ് 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 പറയണ ഹായ് വാ 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 വാ. ഓണാശംസകൾ പറ. വാ, പൂക്കളിടാം വാ പൂക്കളിടാം. ഇന്നലെ ഇവള് കൊറേ ചെമ്പരത്തിപ്പൂ എല്ലാം പറിച്ചോണ്ട് വന്നിട്ട് ഇവിടെ പൂക്കളിട്ട് ഇവിടെ അവിടുന്ന് അത് വാരിക്കൊണ്ട് പോയി ആ മേലെ കൊണ്ട് പൂക്കളിട്ട് അത് കഴിഞ്ഞ് അവിടുന്ന് അത് വാരിക്കൊണ്ട് പിന്നെ പോവാ. ഇന്നലെ 2 പ്രാവശ്യം കൊച്ചു പൂക്കളിട്ട് അറിയാം. ഹായ് ഹായ് ഹായ്. മാറ്റ് ആ വാ. അമ്മാമ വെയില് വന്നു. വെയില് വരുന്നുണ്ട്. ആ ഹായ് വരൂ ഹായ് ഹായ് പോട്ടെ ചാച്ചാ. ഏയ് തമ്പി ഇടഞ്ഞു നിൽക്കുന്നു. പൂക്കളൊക്കെ ശേഖരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പൂക്കൾ ശേഖരിക്കാം കേട്ടോ. നമ്മള് പൂക്കളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂക്കളൊക്കെ ശേഖരിച്ച് ഇന്ന് നമ്മള് ശംഖുപുഷ്പത്തിന്റെ കുറച്ച് പൂ കൂടെ ശേഖരിക്കുകയാണ്. കുറച്ചു ശംഖുപുഷ്പന്റെ നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ട് നമ്മളെ പൂടാൻ. ചിലപ്പോ ഇന്ന് പിള്ളേരെല്ലാം വരും പൂടാൻ. അപ്പനും മോളും കൂടെ അവിടെ പോകും. ബാ ആ എന്നാ 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 കുഴപ്പമില്ല. കേസ് നമ്മളൊരു ഇതിന്റെ പേരാണ് മുക്കുറ്റി അല്ലേ. ഈ മുക്കുറ്റി നമ്മളിവിടെ നടുക്ക് കുഴിച്ചു വെക്കുന്നുണ്ടേ. അപ്പൊ അത് കുഴിച്ച് റെഡിയാക്കി വെക്കട്ടെ. മുക്കുറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുക്കുറ്റി വെച്ച് ഇനി അടുത്ത പൂക്കൾ തുളസി നടുക്കണോ മകളെ? മുക്കുറ്റി കൂടി തന്നെയാണോ? തുളസി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ പൂവായിട്ട് ഇതാണ്. 4 കളറ് പൂവാണ് നമ്മൾ ഇടണത്. അമ്മ എടുത്തു. ഈ അമ്മേനെ കൊണ്ട് ഭയങ്കര അമ്മ ഇത് പുറകെ നടക്കും. ആര് വിളിക്കും? അവിടെ പോയി വീഡിയോ ഉണ്ടോ? ഇടിച്ചാ എന്നെ ആദ്യം വൈറ്റ് അല്ലേ? വെള്ളം ഇടും. വെള്ളം എന്ത് തീർന്നോ? വെള്ളം ഉണ്ട്. വെള്ളം ഇടും. വേറെ വെള്ളം ഇടും. ഞങ്ങൾ വെള്ളപ്പൂ ഇട്ട് നടുക്ക് വെള്ളപ്പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അടുത്തത് അത് മതി. അത് ഇനി ഇപ്പഴ ഇങ്ങനെ വെക്കാനോ? ഇപ്പൊ അതിന്റെ കൂടെയാണ് ഞങ്ങള് പൂട്ട് ഇങ്ങനെ ഇതിലല്ലേ കാറ്റടിച്ച് ഓണപ്പൂട്ടിട്ട് അടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ട് ഓണാഘോഷ തിരുവോണത്തിന് ഒത്തിരി പ്രോഗ്രാമുകളുണ്ട് കേട്ടോ. യൂട്യൂബ് ചാനലിൽ വരുവേ. കളികളും പുലികളി, പടംവലി, കസാരകളി, കടന്തല്ലി കുട്ടിയില് ഇതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. ആ ചെടിയെല്ലാം നശിപ്പിക്കാതെ 1-2 അല്ലേ പല കളർ മഞ്ഞ കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ പുളിയുണ്ടായിരുന്നു. ഈ വർഷം പുളിയേ ഇല്ല. പൂക്കൾ കുറവാണ്. പൂ അധികം പിടിച്ചില്ല. ചെടി കുറവല്ല. എന്തായാലും ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നില്ല. പ്ലീസ് പൈസ കൊടുത്ത് പൂ മേടിച്ചിടാം.
പറ്റാത്തോണ്ടല്ല, നമ്മള് ട്രഡീഷണൽ ആയിട്ട് തനത് രീതിയിലുള്ള പൂവൊക്കെ കൊണ്ട് നമ്മൾ പക്ഷെ തിരുവോണം നമ്മൾ കളറാണ് എല്ലാ പൂവും മേടിച്ച്. ഇനിയിപ്പം ഇതില്ല അല്ലേ, ശംഖുപുഷ്പം. ഇല്ലെന്ന് അടുപ്പം കുത്തിയിരിക്കാൻ പറ്റില്ല. ശംഖുപുഷ്പമാണ് ഞങ്ങൾ പിടിച്ചത്. ഇഷ്ടംപോലെ പൂക്കൾ തരുന്നുണ്ട് ശംഖുപുഷ്പം. നമ്മൾ പറിക്കുന്നതിനനുസരിച്ച് ഓരോ ദിവസം വെള്ളം വലിപ്പം, പത്രത്തിന്റെ വലിപ്പം കൂടുതലനുസരിച്ച്, പൂക്കളത്തിന്റെ വലിപ്പം കൂടുതലനുസരിച്ച് ശംഖുപുഷ്പത്തിന്റെ എണ്ണം കൂടിക്കൂടിയാണ്. ഇല്ല, തീർന്നില്ലേ? ഞങ്ങളുടെ ഇന്നത്തെ പൂക്കൾ ഇട്ട് കഴിഞ്ഞു കേട്ടോ. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് ശകലം ചെരിവ് വളമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നേരെ പിടിയിട്ട ക്യാമറ ശകലം റെഡിയാകാനൊക്കെ ഉണ്ട്. കുഞ്ഞു അങ്ങ് മറിഞ്ഞു വീഴും കേട്ടോ. അപ്പം നമ്മുടെ വിശാഖ നാളിലെ അത്തപ്പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള വിശേഷം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. എല്ലാവർക്കും വിശാഖ ദിന ആശംസകൾ. ശുഭദിനം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ഓണക്കാലം സന്തോഷത്തോടു കൂടി ആഘോഷിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ശരി. വിശാഖ ദിനത്തിലെ കാഴ്ചകൾ കാണുന്നു. നമ്മളെ ബീൻസ് തോരണം. നമ്മളിന്ന് ഉണക്കക്കപ്പ പുഴുങ്ങുന്നുണ്ട്. നമ്മുടെ ചോറ് വെന്ത് വെക്കാൻ പോവുകയാണ്. തിരുവോണം വെച്ചു. ശകല ചിക്കൻ ഉണ്ട്. ചിക്കൻ കറി വെക്കുന്നുണ്ട്. പിന്നെ ചപ്പാത്തി ഉണ്ട്. ചിക്കൻ കറി കഴിഞ്ഞ കേട്ടോ.